ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിന്നിപ്പോൾ മാഡത്തിനെ കൊണ്ടാക്കി കുറച്ച് പണിയിലാണ്. അപ്പോൾ ഞാൻ പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇനി വീട്ടിൽ പോണ്. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെ കുറച്ച് വ്ളോഗ് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. ഡെയിലി എന്തെങ്കിലുമൊക്കെ ചില്ലറ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകാമെന്ന്. കണ്ടൻറ്റ് ഇപ്പോൾ എനിക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം കിട്ടിയില്ല കുറച്ച് ദിവസമായിട്ട്. അതാണ് ഇപ്പോൾ 3-4 ദിവസമായിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടെന്ന് വിചാരിച്ചത് നടന്നിട്ടില്ല. പക്ഷേ എന്തായാലും ഇനി നോക്കാം നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അൽമീരയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു. സാധനം മേടിച്ചതിന് ശേഷം ഇനി ഇത് വീട്ടിലിറക്കിയതിന് ശേഷം ഇനി ലോണ്ടറി പോകാണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇനി അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളിതാ നമ്മുടെ ലോണ്ടറി കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ കയറ്റി. ഗൗണ്. അപ്പോൾ ലോണ്ടറിക്ക് കൊടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അതിന് മുന്നേ ആദ്യമൊക്കെ പോയി നാഷ്ട അയക്കണം. കാരണം എന്താണ്, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ചായ കുടിച്ചിട്ടില്ല. രാവിലെ മാഡത്തിനെ കൊണ്ടാക്കിയിട്ട് അങ്ങനെ പോകുന്നതാണ്. ഞാൻ ആദ്യം നാഷ്ട കഴിക്കാൻ പോവാം. നാഷ്ട കഴിച്ചതിന് ശേഷം ബാക്കി പരിപാടികളൊക്കെ. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ബ്രെയിൻ ഫുഡ് എന്നല്ല പറയുക. സമയം 8:30 എന്നാലും ഇനി നാഷ്ടയും ചായയൊക്കെ അടിച്ചിട്ട് പോവാം. അതേപോലെ തന്നെ ഇന്നൊരു മൂടിയ ക്ലൈമറ്റാണ്. അതായത് ഒരു മഴക്കോളാണ് കാണുന്നത്. കേളപ്പേട്ട മഴക്കോളല്ലേ ഈ കാണുന്നത് പറഞ്ഞ പോലെ. ഒരു മഴക്കുള്ള കോളുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്. രാവിലെ ഞാൻ ബെൻസൊക്കെ തുടച്ച് മിനുക്കി റെഡിയാക്കി വെച്ചപ്പോൾ തിരിച്ചു വരുമ്പോൾ മേടത്തെ കൊണ്ടാക്കി തിരിച്ചു വരുമ്പോൾ തുള്ളികൾ വീഴാൻ തുടങ്ങി. കാർമേഘം കണ്ടില്ലേ. നമ്മൾ മഴ പെയ്യുകയാണെങ്കിൽ നാളെ എല്ലാ വണ്ടിയും കഴുകേണ്ടി വരും. മുടിയൊക്കെ വെട്ടാനേ വെക്കണം. മുടിയൊക്കെ 3 വളർന്നു പോയി, ചുണ്ടാൻ തുടങ്ങി. പിന്നെ എന്തായാലും നാഷ്ട കഴിക്കട്ടെ. നാഷ്ട കഴിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ മലബാർ കിച്ചൺ എന്നുള്ളൊരു ഹോട്ടലിലേക്ക് പോകണം. അവിടെ പോയി നാഷ്ടയൊക്കെ കഴിച്ചിട്ട് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഷാഫി സ്ട്രീറ്റിലാണ്. അപ്പോൾ അതാ നമ്മുടെ മലബാർ കിച്ചണിലെ ഹോട്ടലിലേക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മലബാർ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ കയറിയിട്ട് ഞങ്ങൾ നാഷ്ട കഴിക്കലും ദോശ കഴിക്കാൻ ഇവിടെ അടിപൊളിയാണ്. അപ്പോൾ ദോശ കഴിക്കാൻ വേണ്ടി പോകുന്നതാണ്. നമ്മുടെ ദോശ വന്നിട്ടുണ്ട്, ദോശ ചട്നി. ദോശ ഏകദേശം തീരുമാനമായി. നല്ല ചൂടുള്ള ചായ വന്നിട്ടുണ്ട്. പാർസൽ ഗ്ലാസ് മേടിച്ചു. ഗ്ലാസ് ഒഴിവാക്കി, നമുക്ക് കുറച്ച് ധൃതിയുണ്ട്. നമ്മൾ ചായ എടുത്തിട്ട് പാർസൽ മേടിച്ചിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ലോണ്ടറി പരിപാടി ചെയ്യാം. അപ്പം അങ്ങനെ നമ്മുടെ നാഷ്ടയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളിവിടുന്ന് നേരെ നമ്മുടെ അൽനാസർ ലോണ്ടറി പോകണ്ട. അപ്പോൾ അൽനാസർ ലോണ്ടറിക്ക് പോവുക. ഒരു ലോണ്ടറി അവിടെ ഇറക്കാണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അൽക്കോറൊന്നും പോകാണ്ട്. അപ്പോൾ എന്തായാലും പോണ വഴിക്ക് പോകണ വിശേഷങ്ങൾ അപ്പോൾ പറയാം. എന്തായാലും നല്ല നാഷ്ട കഴിഞ്ഞു. ദോശയും നമ്മുടെ ചട്നി ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, പിന്നെ ചുവന്ന കളറിലുള്ള ചട്നി ഉണ്ടായിരുന്നു, പിന്നെ ചായ പിന്നെ അവിടെ നമ്മുടെ കുപ്പി ഗ്ലാസ്സിൽ കിട്ടും. നാഷണപ്പം കഴിക്കാൻ അതിനെ കിട്ടും. പക്ഷേ എനിക്ക് കുറച്ച് പണി തിരക്കുള്ളത് കൊണ്ട് നമ്മൾ പാർസൽ ഗ്ലാസ്സിലാക്കിയെന്ന് മാത്രം. ഇപ്പം നമ്മളിതാ അൽനാസർക്കുള്ള വഴിയിലാണ്. ക്ലൈമറ്റ് ആണല്ലോ, അടിപൊളി ക്ലൈമറ്റാണ്. സൂര്യ മേഘങ്ങൾക്കിടയിൽ ഇങ്ങനെ എന്താ ജ്വലിച്ചിരിക്കുകയാണ്. നമ്മളിതാ ഈ റോഡ് പോകുന്നത് ആസ്പെയർക്കാണ്. ഈ റോഡ് അൽസദ് അങ്ങനെ പോണ ഏരിയയാണ്. അപ്പം നമ്മൾ ഇതാ അൽനാസർ അൽമീരേൻ്റെ അടുത്താണ്. നമ്മൾ ആ കട്ട് കയറി ഇങ്ങനെ വന്നു. ഇതുണ്ട് എന്താ വീടില്ലേ, നമ്മുടെ നാട്ടിലെ മറ്റേ ഓഡിറ്റോറിയങ്ങൾ പോലെ ഉണ്ട് വീടാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ അൽനാസർ സ്ട്രീറ്റിലാണുള്ളത്. ഉണ്ടോ, പക്ഷെ വീടാണല്ലേ, എന്താ അതിൻ്റെ ഒരു കവാടം. ഇതൊന്നും ഒന്നുമല്ല, വലിയ അടിപൊളി വീടുകൾ ഇവിടെ ഉണ്ട്. ഇതാണ് അൽനാസർ സ്ട്രീറ്റ്. ഇനി നമുക്ക് ഇവിടെ പാർക്കിംഗ് കിട്ടണം. പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം നമ്മൾ ലോണ്ടറിൻ്റെ അടുത്ത് എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടുമോ എന്നുള്ളത്. ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒറിക്സ് ഡ്രൈ ക്ലീനിങ് റെസ്റ്റോ എന്നായിരുന്നു പേര്, ഇപ്പോൾ ഇതാണ് പേര്. അപ്പോൾ ഇവിടെ ലോണ്ടറി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ലോണ്ടറി ഇറക്കാം. എന്നിട്ട് ഇത് കൊടുത്തതിന് ശേഷം ബാക്കി നോക്കാം.
ലോണ്ട്രീൻ്റെ ഉള്ളിലുണ്ടോ ഫുള്ള് ഓട്ടോമാറ്റിക്കാണ്, ഓരോ നമ്പർ പ്രകാരം സെറ്റാക്കി വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ലോണ്ട്രീൻ്റെ പരിപാടി കഴിഞ്ഞ് ഒരു ഗൗണ് നമ്മളിപ്പോൾ ചെയ്യാൻ കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ബില്ലുണ്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഗൗണ് ലോണ്ട്രി കൊടുക്കാനാകുന്നത് തീർന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി 1-2 ജോഡി ഡ്രസ്സുകൾ ഒരു സ്ഥലം വരെ എത്തിക്കാണ്ട്. അപ്പോൾ അതും കൂടി എത്തിച്ച് കൊടുത്തതിനാൽ ഇന്നത്തെ രാവിലത്തെ പണീൻ്റെ കോട്ട തീരും. ഈ ലോണ്ട്രീൻ്റെ ബില്ലുണ്ടല്ലോ അത് നമുക്ക് മാഡത്തിന് അയച്ചു കൊടുക്കണം. നമ്മളെന്ത് സാധനം മേടിച്ചാലും മാഡത്തിന് ബില്ല് അയച്ചു കൊടുക്കും. അത് ശീലമായിപ്പോയി. ഇനിയിപ്പോൾ നമ്മളതിന് അവർക്ക് കറക്റ്റ് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനേ വേറെ ഒന്നുമില്ല. അപ്പോൾ ബില്ല് അയച്ചു കൊടുത്തിട്ട് കാണാം. അപ്പോൾ അൽനാസറത്തെ പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ഷമ്മാൽ റോഡ് കയറി നേരെ അൽക്കോറിലേക്കുള്ള യാത്രയിലേക്കാണ് നമ്മുടെ അടുത്ത പരിപാടി. അങ്ങനെ അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്, അൽക്കോറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അൽക്കോറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉള്ളേരിയക്ക് കയറിയിരിക്കുകയാണ്. സെമിസ്മ തിമ്പച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഏരിയകളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ഹോബിയാണ്, അതായത് അവരുടെ ഹോബിയാണ്. ഇതൊക്കെ കാണുന്നുണ്ടോ ഈ മതിൽ കെട്ടുകൾക്ക് ഇടയിലേക്ക് കാണുന്നത് നമ്മുടെ ഒട്ടകമാണ്. കണ്ടോ ഇവിടെ ഒട്ടകങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ ഒട്ടകം ഫാം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് അടുത്ത് ഇടപഴകുന്ന ഒരു ടീമുകളാണ് ഇത്. ഈ ഒരു ഏരിയ ഇങ്ങനെ കവർ ചെയ്ത് കാണുന്നുണ്ട്, ഫുള്ള് ഫാമാണ്. അതേപോലെ തവടിയുണ്ട് ഇഷ്ടംപോലെ ഒട്ടകങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കണ്ടു. പഴയ ഒരു ആൾക്കാരായിട്ട് ഉള്ള പോലെ ഒരു ജീവിതമാണ്. ഫാമിനോടൊക്കെ പ്രത്യേകതരം ഒരു സ്നേഹം മൃഗങ്ങളോടൊക്കെ ഉള്ള അങ്ങനെ ഉള്ളൊരു ടീമുകളാണ് ഇവിടെ ഉള്ളവർ കൂടുതലും ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയിലാണ് ഉള്ളത്. പിന്നെ നമ്മുടെ വേൾഡ് കപ്പ് സ്റ്റേഡിയമാണ് ആ കാണുന്നത്. സൂം ചെയ്താൽ ക്ലിയർ പോകും, അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ സൂം ചെയ്ത് കാണിക്കാത്തത്. അവർക്ക് ഇതൊരു ഈ ഒരു ഏരിയ കാണുന്നത് ഇത് ഒറ്റ ഫാമിലിയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള പള്ളി ഒരു കൂട്ടുകുടുംബം പോലെ തന്നെയാണ്, പക്ഷേ സെപ്പറേറ്റ് വീടും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് തന്നെയാണ് അവർ ജീവിക്കൽ. ഓരോരുത്തരുടെ കല്യാണം കഴിഞ്ഞാൽ അവർ സെപ്പറേറ്റ് ആകും. പക്ഷേ ആ ഒരു ലൊക്കാലിറ്റി മൊത്തം ഇവരുടെ ഒരു ഫാമിലിയാണ്. ഇതിങ്ങനെ ഒരു ഫാമിലി ഇവിടെ ഈ അൽക്കോർ ഏരിയകളിലൊക്കെ കൂടുതൽ ഇങ്ങനെയാണ് കണ്ടു വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഫുള്ള് ഫാമിലി അടുത്തടുത്ത് താമസിക്കുക, ജോയിൻറ്റ് ഫാമിലി പോലെ തന്നെ, പക്ഷെ വിട്ടിട്ടും അടുത്തും അങ്ങനെ ഒരു ഇതിൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇപ്പോൾ എത്ര തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, റൂമിൽ പോവുക. അടുത്ത പരിപാടി കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല വിചാരിക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗൊക്കെ ഒന്ന് എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തോളിയും. പിന്നെ കമൻറ്റ് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അപ്പോൾ എന്തായാലും അടുത്തൊരു വ്ളോഗുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് ബൈ.